മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, എന്നാൽ അറിയാത്തതും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഫോൺ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ്. സ്പീക്കർ, അതുപോലെ തന്നെ ടച്ച്. ഇപ്പോൾ ടച്ചിൻ്റെ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ക്രീനിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. എവിടെയെങ്കിലും ടച്ച് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും, ടച്ച് മാത്രമല്ല അതിൻ്റെ സെൻസർ, അതുപോലെ തന്നെ സ്പീക്കർ, അതുപോലെ തന്നെ മൈക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കണ്ടിന്യൂ ടെസ്റ്റ് ഞാനിപ്പോൾ കൊടുത്തപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണിച്ചു തരും. എല്ലാ മൊബൈലിലും ഈ ഒരു സൗകര്യം കിട്ടിക്കോളണം എന്നില്ല. ഇനി ഇല്ലാത്ത മൊബൈലിൽ നമുക്കൊരു നമ്പർ ഡയൽ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഫോൺ ഡയലർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ *0*# എന്ന് ഡയൽ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതിൽ നേരത്തെ കാണിച്ച പോലൊന്നല്ല, ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഇപ്പോൾ കളേഴ്സ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടച്ച് ഇവിടെ കാണുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ ടച്ച് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് നമ്പർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ സാധിക്കും, ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ സെൻസറിൻ്റെ ഭാഗം, സെൻസറൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മൊബൈൽ കടയിലൊന്നും കൊണ്ടുപോയി കൊടുക്കേണ്ട, ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, ഞാൻ ഇതിന്നൊക്കെ ബാക്ക് വരികയാണ്. ഇനി നമുക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ മോഷൻ ആൻഡ് ഗസ്റ്റേഴ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ സ്ക്രീൻ, ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ, രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടും നിങ്ങൾ ഓണിൽ വെക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിഞ്ഞ ഏതെങ്കിലും ഭാഗത്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻ ഓൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് പവർ ബട്ടൻ്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, അത് രണ്ടും ഓണിൽ വെക്കുക. തൊട്ട് താഴെ ഇവിടെ അലർട്ട് വെൻ ഫോൺ പിക്ക്ഡ് അപ്പ് എന്ന് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ മിസ്ഡ് കോളോ വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഓൺ ചെയ്യാതെ തന്നെ നിങ്ങൾ മൊബൈൽ ഒന്ന് എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ മൊബൈൽ വെച്ചിട്ട് നിങ്ങൾ മൊബൈൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വൈബ്രേറ്റ് അടിച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. പിന്നെ തൊട്ട് താഴെ നിങ്ങൾക്ക് മ്യൂട്ട് വിത്ത് ഗസ്റ്റേഴ്സ് എന്ന ഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓണിൽ വെക്കുക. അതായത് നിങ്ങൾ സൈലൻ്റ് ആക്കാൻ മറന്നുപോയി, പെട്ടെന്ന് തന്നെ റിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈലൻ്റ് ആക്കണം. അപ്പം നിങ്ങൾ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കമിഴ്ത്തി വെച്ചാൽ മതി. അപ്പോൾ തന്നെ സൈലൻറ്റ് മോഡിലേക്ക് മാറും. അതാണ് മ്യൂട്ട് വിത്ത് ഗസ്റ്റേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ. അതും നിങ്ങൾ ഓണിൽ വെക്കുക. തൊട്ട് താഴെ പാം സ്വൈപ്പ് ടു ക്യാപ്ചർ, അത് നിങ്ങൾ ഓണിൽ വെക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവെള്ള ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ തടവി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇതുപോലെ തടവിയാൽ മതി. കണ്ടോ, സ്ക്രീൻഷോട്ടായി. ആ ഒരു ഓപ്ഷനാണ് ഇത്. ഇവിടെ തന്നെ ഇങ്ങനെ നിരവധി ഓപ്ഷനുകളുണ്ട്. നല്ല നല്ല സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. നിങ്ങളുടെ മൊബൈലിലും ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്ക് വന്നിട്ട് വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻറ്ററാക്ഷൻ ആൻഡ് ഡെക്സ്റ്ററിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അസിസ്റ്റൻറ്റ് മെനു എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക, പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് സൗകര്യങ്ങളുള്ള നല്ലൊരു ഐക്കണാണ് ഇത്. ഓക്കെ, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ തന്നെ ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, ഇവിടെ റീസെൻറ്റ് ബട്ടൺ, താഴെ കാണുന്നില്ലേ അതേ ബട്ടണുകളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇതിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ് ചെയ്യാം. വോളിയം കൺട്രോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, വോളിയം മ്യൂട്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഇതാ സ്ക്രീൻഷോട്ടായി. കണ്ടോ, ആ ഒരു ഐക്കണിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇടത്തോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് മെനു ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ കൺട്രോൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിരവധിയുണ്ട്. ഓക്കെ, നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. അതൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഓക്കെ,
അതുകൂടാതെ അസിസ്റ്റന്റ് മെനു എന്ന ഈ ഒരു എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കണിന്റെ അകത്ത് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ സെലക്ട് അസിസ്റ്റന്റ് മെനു എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഐക്കണിൽ നിന്നും താഴെയുള്ള ഐക്കൺ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഓൾറെഡി ഉള്ള ഐക്കൺ നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ അസിസ്റ്റന്റ് മെനു. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഓൺ ചെയ്യാവുന്നതാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.